തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPIMൽ പൊട്ടിത്തെറി. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എവിടെ നശിപ്പിച്ചു. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. അനുഭവിച്ചു. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൌൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. ഇതിപ്പോ നാണക്കേടായി. നിനക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും എന്റെ കയ്യിൽ മോഡൽ കത്തിയില്ലാതായി പോയി. അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. പപ്പിക്കുട്ടി മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണിതൊക്കെ. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകാത്തരം നടത്തിയിട്ടുള്ളത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം.